പിന്നീട് ശ്രീനാഥിനെ പരിചയപ്പെട്ട. ശ്രീനാഥും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് ആണ്. സണ്ണി വെയിൻ, ബേസിക്കലി വിനി വിഷ്വൽ അല്ല അതിൻ്റെ റൈറ്റേഴ്സ്. അപ്പോൾ കാലിക്കറ്റിൽ നിന്നുണ്ടായ ഒരു സൗഹൃദം. അങ്ങനെയാണ് ശ്രീനാഥുമായിട്ട് ഒരു ഫ്രണ്ട് വഴി, എൻ്റെ ഒരു ഫ്രണ്ട് നൈൽ എന്ന് പറഞ്ഞ ഫ്രണ്ട് വഴി കണക്ട് ആയപ്പോഴാണ് ശരിക്കും നമ്മൾ സിനിമയിലേക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായത്. അപ്പോൾ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന ആ ഒരു ടീമാണ് ബേസിക്കലി സിനിമയിലേക്ക് അല്ലെങ്കിൽ നമുക്ക് സിനിമയിൽ വരാൻ പറ്റുമെന്ന് മനസ്സിലാക്കി തന്നത്. ബേസിക്കലി അവരുടെ ഫസ്റ്റ് പടം. നമ്മളൊരു സിനിമയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വലിയ ആൾക്കാരുടെ ഇപ്പോൾ പോയിട്ട് അസിസ്റ്റ് ചെയ്യാൻ പോയിട്ടൊന്നുമില്ല. നമ്മൾ ചെന്ന് പെട്ടത് നമ്മളെപ്പോലെ തന്നെ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് സിനിമയൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ നമ്മൾ ചെന്ന് പെടുമ്പം അവരും പുതിയത്, നമ്മളും പുതിയത്, പ്രൊഡ്യൂസർ വന്ന് പുതിയതായിരുന്നു, DQ പുതിയതായിരുന്നു, അതിൽ അഭിനയിച്ച എല്ലാവരും പുതിയത്. അതിലുണ്ടായിരുന്ന പ്രൊഡക്ഷൻ, റോഷൻ ചിറ്റൂർ, പുള്ളിയും എനിക്ക് തോന്നുന്നു ഷാഫി ചെമ്മാട്, ഷാഫിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ പപ്പുച്ചേട്ടൻ, സുധീഷ് പപ്പുച്ചേട്ടൻ രാജീവേട്ടൻ്റെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പപ്പുച്ചേട്ടൻ്റെ ഫസ്റ്റ് മൂവി. അപ്പോൾ ഇത്രയും പേരുടെ ഒരു ഫസ്റ്റ് മൂവി പിന്നീട് ഞാൻ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ, സത്യമായിട്ടും കണ്ടിട്ടില്ല. അതെ, ഭയങ്കര വേറൊരു വൈബായിരുന്നു ആ സിനിമ. അപ്പം അതായിരുന്നു സിനിമ എന്നുള്ള സാധനത്തിലേക്ക് ഒരു ടേണിംഗ് പോയിന്റ് സെക്കൻഡ് ഷോ തന്നെയാണ് എന്തായാലും.